Problems of performance appraisal. So today we are going to discuss about different problems with regards to the performance appraisal. So the problems are divided into 4 categories: faulty assumptions, psychological barriers, technical barriers, and other difficulties. So we are going to discuss it one by one. First one, faulty assumptions. So faulty assumptions എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള അസംഷൻസ്, അതായത് പെർഫോമൻസ് അപ്രൈസൽ നടത്തുമ്പോൾ സബോർഡിനേറ്റ്സിൻ്റെ പെർഫോമൻസ് അപ്രൈസൽ നടത്തുമ്പോൾ സുപ്പീരിയേഴ്സിന് കുറേ അസംഷൻസ് ഉണ്ടായിരിക്കും, ഊഹങ്ങൾ ഉണ്ടായിരിക്കും. സോ അത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് അപ്രൈസലിനെ ബാധിക്കും. ഓക്കെ, സോ തെറ്റായിട്ടുള്ള അസംഷൻ എന്ന് പറയുമ്പോൾ മാനേജേഴ്സിന് നോർമലി, അതായത് സുപ്പീരിയേഴ്സിന് നോർമലി സബോർഡിനേറ്റ്സിനെ നന്നായിട്ട്, അതായത് അവർ പെർഫെക്റ്റ് ആയിട്ട് പിന്നെ കാണാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് പെർഫെക്റ്റ് ആണ് എന്നുള്ളൊരു റിസൾട്ട് കിട്ടാനായിരിക്കും അവരുടെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കാം. സോ അതിനനുസരിച്ചിട്ട് അതാണ് അവരുടെ ഒരു മുൻധാരണ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ അപ്രൈസലിനെ നെഗറ്റീവായിട്ട് ബാധിക്കും ചില സമയങ്ങളിലെങ്കിലും. അതുപോലെ തന്നെ പലതരത്തിലുള്ള പെർഫോമൻസ് അപ്രൈസൽ മെത്തേഡ്സുകൾ ഉണ്ടെങ്കിലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ മെത്തേഡിനെ പെർഫെക്റ്റ് ആയിട്ട് അവർ അസ്യൂം ചെയ്യുന്നു. സോ അതും ഒരു ഫോൾട്ടി, തെറ്റായിട്ടുള്ള ഒരു അസംഷനായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പെർഫോമൻസ് അപ്രൈസലിനെ ബാധിക്കും. പിന്നെ അതുപോലെ ഒരു അസംഷനാണ് പേഴ്സണൽ ഒപ്പീനിയൻ ഈസ് ബെറ്റർ ദാൻ അപ്രൈസൽ. അപ്രൈസലിനേക്കാളും എന്തുകൊണ്ടും പേഴ്സണൽ ഒപ്പീനിയൻ, ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒപ്പീനിയൻ അറിയുക എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ വേ എന്നുള്ളൊരു അസംഷൻ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ, സുപ്പീരിയേഴ്സിൻ്റെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പെർഫോമൻസ് അപ്രൈസലിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടില്ല. സോ ഫോൾട്ടി അസംഷൻസ് സുപ്പീരിയേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റായിട്ടുള്ള ചില തെറ്റിദ്ധാരണകൾ അത് ഒരു പെർഫോമൻസ് അപ്രൈസലിനെ ബാധിക്കുന്ന പ്രധാനപ്പെട്ടൊരു പ്രോബ്ലം ആണ്. ദ നെക്സ്റ്റ് പ്രോബ്ലം റിലേറ്റഡ് വിത്ത് സൈക്കോളജിക്കൽ ബാരിയേഴ്സ്. സൈക്കോളജിക്കൽ ബാരിയേഴ്സ് എന്ന് പറയുന്നത് അതിൽ വരുന്ന പ്രോബ്ലംസ് ആണ് മാനേജേഴ്സ് ഫീലിംഗ് ഓഫ് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് അവർ അപ്രൈസൽ നടത്തുമ്പോൾ ആ അപ്രൈസലിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ സുപ്പീരിയേഴ്സിൻ്റെ ഭാഗത്തുനിന്ന്, അല്ലെങ്കിൽ സബോർഡിനേറ്റ്സിനെ നെഗറ്റീവായിട്ട് അവർ വാല്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് എന്തെങ്കിലും ഒരു ഇൻസെക്യൂരിറ്റി വരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർ പോസിറ്റീവായിട്ട് ചിലപ്പോൾ ഫോഴ്സ്ഫുള്ളി ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ വരുന്നു. അതുപോലെ അപ്രൈസൽ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാ ബേർഡൻ ആണ്. അപ്പോൾ നോർമൽ നമ്മൾ ഇപ്പോൾ സുപ്പീരിയേഴ്സിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ ചെയ്യുന്ന നോർമൽ വർക്കിനേക്കാളും ഉപരിയായിട്ട് വരുന്ന ഒരു എക്സ്ട്രാ വർക്കാണ് ഈ പിന്നെ പെർഫോമൻസ് അപ്രൈസൽ. സോ അങ്ങനെ ഒരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു തോട്ട് അവരുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് അപ്രൈസലിനെ ബാധിക്കും. അതുപോലെ ഫീൽ ദാറ്റ് സബോർഡിനേറ്റ് ഫെയിലിയർ ഈസ് ഡ്യൂ ടു ദെയർ ഇൻഎഫിഷ്യൻസി. സബോർഡിനേറ്റ്സിനെ നമ്മൾ തെറ്റായിട്ട് ചിത്രീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് മാനേജേഴ്സിൻ്റെ ഇൻഎഫിഷ്യൻസി കാരണമാണ്. അതായത് മാനേജേഴ്സിൻ്റെ സബോർഡിനേറ്റ് ഫെയിലിയർ ഈസ് ഡ്യൂ ടു ദ ഇൻഎഫിഷ്യൻസി ഓഫ് മാനേജേഴ്സിൻ്റെ അല്ലെങ്കിൽ സുപ്പീരിയേഴ്സിൻ്റെ ഇൻഎഫിഷ്യൻസി കാരണമാണ് സബോർഡിനേറ്റ്സിന് ഒരു നെഗറ്റീവായിട്ടുള്ള റിസൾട്ട് കൊടുക്കേണ്ടി വന്നത് എന്നുള്ളൊരു തോട്ട്, എന്നുള്ളൊരു ചിന്ത മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു ബാരിയറാണ്. പിന്നെ അതുപോലെ തന്നെ ചില ആളുകൾക്ക് സബോർഡിനേറ്റ്സിൻ്റെ നെഗറ്റീവായിട്ടുള്ള പെർഫോമൻസ് ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഒരു മടി ഉണ്ടായിരിക്കും. സോ അതൊക്കെ ഈ പെർഫോമൻസ് അപ്രൈസലിനെ അഫക്റ്റ് ചെയ്യുന്ന ചില പ്രോബ്ലംസ് ആണ്. അതൊക്കെ സൈക്കോളജിക്കലി തോന്നുന്ന ചില പ്രോബ്ലംസ് ആണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ദ നെക്സ്റ്റ് വൺ, ടെക്നിക്കൽ ബാരിയേഴ്സ്. ടെക്നിക്കൽ ബാരിയേഴ്സ് പലതരത്തിലുണ്ട്. ടെക്നിക്കൽ ബാരിയേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ബാരിയറാണ് ക്രൈറ്റീരിയൻ പ്രോബ്ലം. നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പെർട്ടിക്കുലർ ക്രൈറ്റീരിയ എന്നുള്ളത് ആദ്യമേ ഫിക്സ് ചെയ്തിട്ടില്ല. സോ ഓരോ കമ്പനികൾ ഓരോ സമയത്ത് ചെയ്യുന്ന പെർഫോമൻസ് അപ്രൈസലിനും പലതരത്തിലുള്ള മെഷർമെൻറ്റുകളായിരിക്കും ക്രൈറ്റീരിയൻ ആയിട്ട് എടുക്കുന്നുണ്ടാവുക. ഓക്കെ, സോ അങ്ങനെയുള്ള ക്രൈറ്റീരിയാസിന് ഒരു കൃത്യമായിട്ടുള്ളൊരു ക്രൈറ്റീരിയ ഇല്ലാത്തത് കൊണ്ട്, കൃത്യമായിട്ടുള്ളൊരു പെർട്ടിക്കുലർ ട്രെയ്റ്റ് ഇല്ലാത്തത് കൊണ്ട് വേരിയേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ അത് ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ദ നെക്സ്റ്റ് പ്രോബ്ലം, ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത് ബയാസ് ആൻഡ് എറേഴ്സ് ഇൻ മേക്കിംഗ് ദി ഇവാലുവേഷൻ നടത്തുന്നതിൽ വരുന്ന തെറ്റുകൾ, അതിനെയാണ് ഡിസ്റ്റോഷൻ എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റോഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഡിസ്റ്റോഷനിൽ വരുന്ന പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് ആണ്. ഒന്ന്, ഹാലോ ഇഫക്റ്റ് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ലിമിറ്റേഷൻ പറഞ്ഞപ്പോൾ. അതായത് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ ഇംപ്രഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് ജഡ്ജ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് എ സിംഗിൾ ട്രെയ്റ്റ്.
ഒരു സിംഗിൾ ട്രേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കാം, ആ ഒരു സിംഗിൾ ട്രേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു എംപ്ലോയിയെ ഓവറോൾ ആയിട്ട് മൊത്തത്തിൽ വിലയിരുത്തുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. സോ സ്വാഭാവികമായിട്ടും അങ്ങനെയൊരു ഹ്യൂമൻ ബീയിങ്സ് ആയതുകൊണ്ട് അങ്ങനെയൊരു റിസൾട്ടൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ അതൊരു ഡിസ്റ്റോഷൻ ഉള്ള കാറ്റഗറിയിൽ പെടുന്നൊരു പ്രോബ്ലമാണ്. ഓക്കെ, ദ നെക്സ്റ്റ് സെൻട്രൽ ടെൻഡൻസി. സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത് എന്താണ്? ഒരു ആവറേജ് ടെൻഡൻസി, അതായത് എല്ലാവർക്കും പൊതുവേ എന്താണ് ഹൈ മാർക്കും അതേപോലെ തന്നെ ലോ മാർക്കും കൊടുക്കാതെ ഒരു ആവറേജ് ലെവലിലുള്ള ഒരു റിസൾട്ട് കൊടുക്കുക, അതായത് സേഫ് സോണിൽ നിൽക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടെ സുപ്പീരിയേഴ്സ് ചെയ്യുന്നൊരു കാര്യമാണ് സെൻട്രൽ ടെൻഡൻസി. സോ അതും ഒരു ബാരിയറാണ്, കാരണം അതിൽ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല. ഓക്കെ, ദ നെക്സ്റ്റ് കണ്ടിന്യൂസ് എറേഴ്സ്. കണ്ടിന്യൂസ് എറേഴ്സ് എന്ന് പറയുന്നത് ചില റേറ്റേഴ്സ് സുപ്പീരിയേഴ്സ് അവരുടെ ബൈ നാച്ചർ അവർ ചിലപ്പോൾ ലിബറലായിരിക്കും അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിരിക്കും. അപ്പോൾ അല്ലെങ്കിൽ ചില ആളുകൾ ഏകദേശം ഒരു ആവറേജ് റേഞ്ചിലായിരിക്കും മെഷർ ചെയ്യപ്പെടേണ്ടാവുക. സോ ഇറ്റ് ഈസ് ദ ടെൻഡൻസി ഓഫ് മോസ്റ്റ് റേറ്റേഴ്സ് ടു ഗിവ് ആവറേജ് റേറ്റിംഗ് ടു ഓൾ ഓർ ദ സെൻട്രൽ ഓഫ് ദ സ്കെയിൽ. നേരത്തെ പറഞ്ഞ പോലെ സെൻട്രൽ ടെൻഡൻസി എല്ലാവർക്കും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഹൈ റേറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും ലോ റേറ്റിംഗ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും അവിടെ എന്തുണ്ടാകും? ക്വസ്റ്റ്യൻസ് ഉണ്ടാകും, ക്രിറ്റിസിസം ഉണ്ടാകും, ചിലപ്പോൾ അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ടതായിട്ടൊക്കെ വരും. സോ ആവറേജ് റേറ്റിംഗ് ആകുമ്പോൾ പ്രത്യേകിച്ച് അതിനുള്ള എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കേണ്ടി വരില്ല, സേഫ് ആയിരിക്കും. സോ ഒരു ആൾ പിന്നെ സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് വർഷം അവർ ഇവാലുവേഷൻ നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ക്വസ്റ്റ്യൻസ് ഒന്നും വരാതിരിക്കാൻ അവരെന്ത് ചെയ്യുന്നു? ഒരു മിഡിൽ റേഞ്ചിൽ, ആവറേജ് റേഞ്ചിൽ പിന്നെ മാർക്ക് ചെയ്യപ്പെടുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടേ പോകുന്നു. അതുകൊണ്ടാണ് അതിനെ കണ്ടിന്യൂസ് എറേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ഹോൺ ഇഫക്റ്റ്. ഹോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത് റേറ്റേഴ്സിൻ്റെ ബയാസ്, അതായത് ഇവാലുവേറ്റ് ചെയ്യുന്ന ആളുടെ സുപ്പീരിയറുടെ ബയാസിനെയാണ് ഹോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു സിംഗിൾ നെഗറ്റീവ്, നമ്മൾ ഹാലോ ഇഫക്റ്റിൽ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഒരു നെഗറ്റീവ് ക്വാളിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ഓർ എംപ്ലോയി ഈസ് റേറ്റഡ് ഹാർഷ്ലി. അപ്പോൾ ഇതിനൊരു നല്ലൊരു എക്സാമ്പിളാണ്, ഇപ്പോൾ ഒരു എംപ്ലോയി ചിരിക്കുന്നില്ല എന്ന് വിചാരിക്കാം, അതായത് സ്മൈലിംഗ് അയാൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അത് അയാളുടെ നാച്ചറാണ്, അത് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സോ പക്ഷേ ഈ ഒരു ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്ക് ആ ഒരു ക്യാരക്ടറിനെ തീരെ ഇഷ്ടമല്ലാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ എന്ത് നല്ലൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നുണ്ടെങ്കിലും ആ ഒരു നെഗറ്റീവ് ഇത് വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അത് അയാളുടെ ഇവാലുവേഷനെ, അയാളുടെ അപ്രൈസലിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. സോ അതിനെയാണ് ഹോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒരു സിംഗിൾ ട്രേറ്റിനെ ബേസ് ചെയ്തിട്ട് ഓവറോൾ ഇംപ്രഷൻ കൊടുക്കുന്നതാണ് ഹാലോ ഇഫക്റ്റ്. അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഹോൺ ഇഫക്റ്റ്. അതിൽ നെഗറ്റീവ് ക്വാളിറ്റി അതിനെ എന്താണ് ഹാർഷ്ലി റേറ്റ് ചെയ്യപ്പെടുന്നതിനെയാണ് ഹോൺ ഇഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് ലീനിയൻസി ഓർ സ്ട്രിക്ട്നെസ്. അതായത് ചില സമയത്ത് റേറ്ററുടെ മെൻ്റൽ സ്റ്റേറ്റ്, അതായത് മെൻ്റൽ കണ്ടീഷൻ അനുസരിച്ചിട്ട് ചിലപ്പോൾ ലിബറലായിട്ട് അല്ലെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വാല്യൂ ചെയ്യും. അത് ഓരോരുത്തരുടെ മെൻ്റൽ സ്റ്റേറ്റിനനുസരിച്ചിട്ട് മാറ്റമുണ്ടാകും. അതായത് ഓരോ റേറ്റേഴ്സിന് വ്യത്യാസം ഉണ്ടാകും, അതോടൊപ്പം തന്നെ റേറ്ററുടെ ഡിഫറെൻറ്റ് സാഹചര്യത്തിനനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അതും ഒരു ഡിസ്റ്റോഷൻ കാറ്റഗറിയിൽ, അതായത് ബയാസ് ആൻഡ് എറേഴ്സ് ഇൻ മേക്കിംഗ് ദി ഇവാലുവേഷൻ കാറ്റഗറിയിൽ പെടുന്ന ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എറേഴ്സ് ഓഫ് വേരിയബിൾ സ്റ്റാൻഡേർഡ്സ്. വേരിയബിൾ സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഫസ്റ്റ് പറഞ്ഞൊരു പോയിൻ്റാണ്. സ്റ്റാൻഡേർഡ്സ് കൃത്യമായിട്ടുള്ളൊരു ക്രൈറ്റീരിയൻ ഇല്ല, അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്തത് പിന്നെ വളരെയധികം നെഗറ്റീവായിട്ട് ബാധിക്കുന്നുണ്ട്. സോ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ചില എന്താ പറയുക, പെർഫോമൻസ്, ചില കാര്യങ്ങളിൽ ചില എംപ്ലോയീസിന് നല്ല പെർഫോമൻസ്, ചില ഏരിയകളിൽ നല്ല പെർഫോമൻസ് വേണ്ടതായിട്ട് വരും. പക്ഷേ അങ്ങനെയുള്ള ക്രൈറ്റീരിയ, ഒരു കോമൺ ആയിട്ടുള്ളൊരു ക്രൈറ്റീരിയയാണ് ഒരു കമ്പനിക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഓരോ ജോലിക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരു പോസ്റ്റിനനുസരിച്ച് അത് വ്യത്യാസപ്പെടുന്നില്ല, അങ്ങനെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എറർ ഒരു ഡിസ്റ്റോഷൻ കാറ്റഗറിയിൽ പെടുന്ന എററാണ്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിൻ്റാണ് സ്റ്റീരിയോ ടൈപ്പിംഗ്. സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത് സ്റ്റീരിയോ ടൈപ്പിംഗ് എന്താണ്? മെൻ്റൽ പിക്ചർ ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഹോൾഡ് അബൌട്ട് എ പേഴ്സൺ. അതായത് ഒരു എംപ്ലോയിയെക്കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടായിരിക്കും. ആർക്ക്? ഈ
അതായത് ഈ പിന്നെ എംപ്ലോയേഴ്സിന് വാല്യൂ ചെയ്യപ്പെടുന്ന റേറ്റേഴ്സിന് ഒരു മുൻധാരണ ഉണ്ടായിരിക്കും. അതായത് അവരെ കുറിച്ചിട്ടുള്ള ചില എംപ്ലോയീസ് ഇപ്പോൾ ഒരു റൂറൽ ഏരിയയിൽ നിന്ന് വരുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ അവർക്ക് ഉള്ള നോളജ് കുറവായിരിക്കും, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു മുൻധാരണ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ ഏജിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ ജെൻഡറിനനുസരിച്ച്, അല്ലെങ്കിൽ അവരുടെ റിലീജിയൻ, കാസ്റ്റ്, അതിനനുസരിച്ചിട്ടൊക്കെ ഓരോരുത്തർക്കും എത്രയായിരിക്കും നോളജ് ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു മുൻധാരണ ഉണ്ടാകും. പക്ഷേ അതായിക്കൊള്ളണമെന്നില്ല ആക്ച്വലി ഉള്ളത്. സോ അങ്ങനെയുള്ള ഒരു സ്റ്റീരിയോടൈപ്പിംഗ് ആയിട്ടുള്ള ഒരു മെൻ്റൽ പിക്ചർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു പിന്നെ ഡിസ്റ്റോർഷൻ കാറ്റഗറിയിൽ പെടുന്ന ഒരു എററാണ്. ഓക്കെ, നെക്സ്റ്റ് റീസൻസി ഇഫക്റ്റ്. റീസൻസി ഇഫക്റ്റ് എന്ന് പറയുന്നത് തൊട്ട് മുന്നല്ല, ഇപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് സപ്പോസ് നമ്മൾ ഒരു വർഷത്തെ പെർഫോമൻസ് ആയിരിക്കും ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ മന്തിൽ നടന്നിട്ടുള്ള ആക്ടിവിറ്റി, ആ പെർഫോമൻസിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അതായത് ചിലപ്പോൾ ഒരു എംപ്ലോയിക്ക് തൊട്ട് മുന്നത്തെ മാസമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല, പക്ഷേ അയാളുടെ അതിന് മുന്നേയുള്ള മാസങ്ങളിലൊക്കെ നന്നായിട്ട് അയാളുടെ പെർഫോമൻസ് ഗുഡായിരുന്നു എങ്കിൽ ഈ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള പെർഫോമൻസിനെ ബേസ് ചെയ്ത് മാത്രം അപ്രൈസൽ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. സോ അതാണ് റീസൻസി ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ലാസ്റ്റ് പോയിന്റ്, റേറ്റേഴ്സ് ലൈക്കിങ് ആൻഡ് ഡിസ്ലൈക്കിങ്. അതായത് അയാളുടെ മെൻ്റൽ ഒരു സ്റ്റേറ്റ് ആണ്. ചില പേഴ്സണൽ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇമോഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെ ഇഷ്ടപ്പെടാം, എന്തൊക്കെ ഇഷ്ടപ്പെടാതിരിക്കാം. റേറ്റേഴ്സിനെ സംബന്ധിച്ച് അയാൾക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളുണ്ടായിരിക്കും, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുണ്ടായിരിക്കും. സോ അതിനെ ബേസ് ചെയ്തുകൊണ്ട് അയാൾ അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്തും സബോർഡിനേറ്റ്സിൽ ആ ക്വാളിറ്റീസൊക്കെ അയാൾ തിരഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവാലുവേഷൻ നടത്തുന്നത് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പോയിൻ്റാണ്. സോ ഇതൊക്കെയാണ് നമ്മളിപ്പോൾ പറഞ്ഞ 9 പോയിൻറ്റ്സുകളാണ് ഡിസ്റ്റോർഷൻ കാറ്റഗറിയിൽ പെടുന്നത്. സോ ടെക്നിക്കൽ ബാരിയറിൽ 2 ബാരിയറാണ് വരുന്നത്. ഒന്ന് ക്രൈറ്റീരിയൻ പ്രോബ്ലം, രണ്ടാമത്തത് ഡിസ്റ്റോർഷനും. ഓക്കെ, ദെൻ അടുത്ത ഡിഫിക്കൽട്ടി, ലാസ്റ്റ് ഡിഫിക്കൽട്ടിയാണ് പുവർലി ട്രെയിൻഡ് മാനേജേഴ്സ്. ഓഫ് കോഴ്സ് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പുവർലി ട്രെയിൻഡ് മാനേജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതോടെ എന്തായാലും പെർഫോമൻസ് അപ്രൈസൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം റേസ് ചെയ്യും. അതുപോലെ പുവർ അപ്രൈസൽ ഫോമും നല്ലൊരു അപ്രൈസൽ ഫോം അല്ല, നല്ലൊരു ക്വസ്റ്റ്യനെയർ അല്ല അപ്രൈസൽ നടത്താൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അതും നമ്മളുടെ ഈ പെർഫോമൻസ് അപ്രൈസലിനെ ബാധിക്കും. അതുപോലെ ലാക്ക് ഓഫ് റേറ്റ് പ്രിപ്പയർഡ്നെസ്. അപ്പോൾ ട്രെയിനിങ് കൊടുത്താൽ മാത്രം പോരാ, റേറ്റർ എന്ത് ചെയ്യണം, അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവണം. ആ പ്രിപ്പയർഡ്നെസ് അയാൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ അതും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു പോയിൻ്റാണ്. അതുപോലെ ഇൻഇഫക്റ്റീവ് ഓർഗനൈസേഷണൽ പോളിസീസ് ആൻഡ് പ്രാക്ടീസസ്. ഓക്കെ, അതായത് ഒരു കമ്പനിയിലെ പോളിസികളും പിന്നെ എന്താ പറയുക പ്രാക്ടീസസും ഒക്കെ കൃത്യമായിട്ടുള്ള ഇഫക്റ്റീവായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് പെർഫോമൻസ് അപ്രൈസലും സിൻസിയറായിട്ട് മാറും. പക്ഷേ അത് ഇൻഇഫക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് പെർഫോമൻസ് അപ്രൈസലിനെ നെഗറ്റീവായിട്ട്, അതായത് പെർഫോമൻസ് അപ്രൈസലും ഇതേപോലെ തന്നെ ഇൻഎഫിഷ്യൻ്റായിട്ട് മാറും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് വിത്ത് റിഗാർഡ്സ് ടു പെർഫോമൻസ് അപ്രൈസൽ. ഓക്കെ.